Mesmerizing wedding collection. Tejaswini by Chungat Jewelry. ഇടശ്ശേരി ജ്വല്ലറി കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി കാലടി. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. ഗൂഗിൾ പോലും കൈവിട്ട കാലടി പാലം തങ്ങൾക്കും വേണ്ടെന്ന് സ്വകാര്യ ബസ് ഉടമകൾ. പാലം വഴിയുള്ള സ്വകാര്യ ബസ് സർവീസ് നിർത്തിവച്ചു. കാലടി പാലത്തിൽ വർഷം തോറും കൊണ്ടാടാറുള്ള കുരുക്ക് മഹോത്സവവും കുഴിയടക്കൽ ചടങ്ങുകളും ഈ വർഷവും പൂർവാധികം ഭംഗിയായി നടന്നുവരികയാണ്. ഈ വർഷം നിശ്ചിത മുഹൂർത്തത്തിനു മുൻപേ തന്നെ പാലത്തിന്റെ 2 അതിരുകളിലും പാതാളക്കുഴികളുടെ ആറാട്ട് നടന്നു. ആറാട്ട് ചടങ്ങുകൾ വീക്ഷിച്ച 10,000 വാഹനങ്ങൾക്കുള്ളിലിരുന്ന് മണിക്കൂറുകളോളം ദൈവനാമം ജപിച്ചു. ചെകുത്താനും കടലിനുമിടയിൽപ്പെട്ട ആംബുലൻസുകൾക്കുള്ളിൽ നിന്ന് രോഗികളുടെ ഊർധ്വശ്വാസം വലിയും ബന്ധുക്കളുടെ നിലവിളിയും ഉയർന്നു. പാലത്തിന്റെ മുഖ്യ കാരണവർമാരായ MP, MLA തുടങ്ങിയവരുടെ അഭാവത്തിൽ ഇടക്കാല ചുമതലക്കാരായ ബംഗാളികളുടെ കാർമ്മികത്വത്തിലാണ് കുഴിയടക്കൽ ചടങ്ങുകൾ നടക്കുന്നത്. ശ്രീശങ്കര പാലത്തിലെ കുരുക്ക് മഹോത്സവം ലോക പ്രശസ്തമായതോടെ ഗൂഗിളുകാർ അമേരിക്കയിലിരുന്നു കൊണ്ട് തന്നെ പാലം അടച്ചതായി മാലോകരെ അറിയിച്ചു. ഇതേ തുടർന്ന് നിരവധി പേർക്ക് കുരുക്ക് മഹോത്സവവും കുഴിയടക്കൽ ചടങ്ങുകളും നേരിൽ കാണാൻ കഴിയാത്ത അവസ്ഥയുണ്ടായി. ഈ ബുദ്ധിമുട്ട് തിരിച്ചറിഞ്ഞ് പാലം വഴി ഇനി ഓടേണ്ട എന്ന് സ്വകാര്യ ബസ്സുകാർ തീരുമാനിച്ചതോടെ സാധാരണക്കാർക്ക് പാലത്തിലൂടെ കാൽനടയായി തന്നെ ഉത്സവം നടന്നു കാണാനുള്ള അവസരവും ഒരുങ്ങി. പെരുമ്പാവൂർ ഭാഗത്തു നിന്ന് താന്നിപ്പുഴ കരയിൽ ബസ്സിറങ്ങിയ 100 കണക്കിന് പേർ കോരിച്ചൊരിയുന്ന മഴയത്ത് കുടയും ചൂടി അസുലഭ അവസരം ആസ്വദിച്ചു. സ്ത്രീകളും കുട്ടികളും വിദ്യാർത്ഥികളുമായിരുന്നു ആസ്വാദകരിലേറെയും. അങ്കമാലി ഭാഗത്തു നിന്ന് പെരുമ്പാവൂരിലേക്ക് പോകേണ്ടവർ കാലടി സ്റ്റാൻഡിലിറങ്ങി മഴ നനഞ്ഞും റോഡിൽ നിരനിരയായി കിടക്കുന്ന വാഹനങ്ങളുടെ എണ്ണമെടുത്തും താന്നിപ്പുഴയിലേക്ക് വലിഞ്ഞു നടന്നു. ഇതിനിടെ പാലത്തിന്റെ കാലടി ഭാഗത്ത് സ്വകാര്യ ബസ് ഉടമകളും തൊഴിലാളികളും പ്രതിഷേധവുമായി ഒത്തുകൂടി. നമ്മുടെയൊക്കെ നല്ല സമയം എന്ന് പറയാം. MP സുരേഷ് ഗോപി അവറുകൾ കേന്ദ്ര സഹമന്ത്രി ഈ വഴിയിലൂടെ വരുവാൻ ഇടവന്നു. അദ്ദേഹത്തിന്റെ അടുത്ത് ഈ നാട്ടിലെ ജനങ്ങൾക്കും ജീവനക്കാർക്കും ബസ് ഉടമകൾക്കും നമ്മുടെ സങ്കടം ബോധിപ്പിക്കാനും നമ്മുടെ ഈ ദുർവിധി ശ്രദ്ധയിൽപ്പെടുത്തുവാനും സാധിച്ചു. അദ്ദേഹം ഈ സ്പോട്ടിൽ ഇറങ്ങി ഈ പ്രതിസന്ധി കണ്ടു മനസ്സിലാക്കി ബന്ധപ്പെട്ട അധികാരികളെ അതേസമയം തന്നെ വിളിച്ചറിയിക്കുകയും ചെയ്തു. എന്ത് ആയിക്കോട്ടെ, ആ രാത്രി തന്നെ JCB ഉപയോഗിച്ച് ഒന്ന് ലെവല് ചെയ്തെങ്കിലും തന്നു. പക്ഷേ ഭാരവണ്ടികൾക്കും ചെറുവാഹനങ്ങൾക്കും ഒരു തരത്തിലും ഈ പാലത്തിലൂടെ കടന്നു പോകാൻ സാധിക്കില്ല. ഇത് എല്ലാവർക്കും അറിയാം. ഇത്രയും ദിവസങ്ങൾ ഈ മഴ പിടിച്ച് കടന്നുപോയി എങ്കിലും ഈ നിമിഷം വരെ ഇതിന് എങ്ങനെ ഒരു പരിഹാരം കാണാമെന്ന് ബന്ധപ്പെട്ട ജനപ്രതിനിധികൾ ആരും തന്നെ ഇത് ഒരു വാഗ്ദാനം നൽകുകയോ അതിനു വേണ്ടിയിട്ട് അവർ ഇറങ്ങിത്തിരിക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളത് വളരെ ഖേദകരമായ ഒരു കാര്യമാണ്. ഈ നാട്ടിലുള്ള MLAയോ MPയോ മറ്റു ജനപ്രതിനിധികളോ ആരും തന്നെ ഈ വഴിക്ക് വരുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. 2-3 ദിവസമായിട്ട് ഗൂഗിൾ മാപ്പിൽ പോലും കാലടിയെ ഒഴിവാക്കി കളഞ്ഞു. കാലടി പാലം ക്ലോസ്ഡ്. ആ രീതിയിൽ പത്രമാധ്യമങ്ങളിലും ചാനലുകളിലും എല്ലാം വാർത്ത വന്നിട്ടും നമ്മുടെ ജനപ്രതിനിധികൾ നമ്മുടെ ടാക്സ് കൊടുക്കുന്ന പൈസ കൊണ്ട് ശമ്പളം പറ്റുന്ന ഈ ഇട്ടിക്കണ്ടന്മാര് ഒരു തരത്തിലും ഈ സാധാരണക്കാരായ ജനങ്ങളെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല എന്നുള്ള സത്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം. MP-യും 2 കരകളിലെ MLA-മാരും തിരിഞ്ഞു നോക്കാത്തിടത്ത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വിഷയത്തിൽ ഇടപെട്ടത് കഴിഞ്ഞ ദിവസം വലിയ വാർത്തയായിരുന്നു. കുരുക്കിൽപ്പെട്ട് മുന്നോട്ടു നീങ്ങാനാകാതെയായപ്പോൾ കാറിൽ നിന്നിറങ്ങിയ കേന്ദ്രമന്ത്രി അവിടെ വച്ചു തന്നെ PWD ഉദ്യോഗസ്ഥരെ വിളിച്ച് ചില നിർദ്ദേശങ്ങൾ നൽകി. രാത്രി തന്നെ PWD-കാരെത്തി ചില മിനുക്കുപണികൾ നടത്തിയെങ്കിലും സുരേഷ് ഗോപി അങ്ങെടുത്ത് നികത്തിയ കുഴികൾ പിറ്റേന്നു തന്നെ മഴ അങ്ങെടുത്ത് പഴയ പരുവത്തിലാക്കി.
കുരുക്കിൽപ്പെട്ട് അവശനായ ഒരു പ്രമേഹ രോഗിക്ക് മറ്റൊരു ഗതിയുമില്ലാതായപ്പോൾ ബസ്സിനുള്ളിൽ തന്നെ മൂത്രമൊഴിക്കേണ്ട അവസ്ഥയുണ്ടായത് ഒരു സ്വകാര്യ ബസ് തൊഴിലാളി ഞെട്ടലോടെയാണ് പങ്കുവച്ചത്. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വോട്ട് ചോദിച്ച് ഞങ്ങളുടെ അടുക്കലേക്ക് വരണ്ട. ഞങ്ങളുടെ പ്രതികരണം വളരെ മോശമായിരിക്കും. ഞങ്ങൾ വോട്ട് ചോദിച്ച് അപ്പം വോട്ട് തരുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ഈ ബ്ലോക്ക് ഈ മാതിരി ബ്ലോക്ക് കിലോമീറ്ററുകൾ ബ്ലോക്ക്. ഞാൻ ബസ്സിൽ ജോലി ചെയ്യുന്ന ആളായതുകൊണ്ട് പറയാണ്. അതായത് വണ്ടിയിൽ ഒരാൾ ഷുഗർ രോഗി മൂത്രം ബസ്സിൽ നിന്ന് ഒഴിക്കേണ്ട ഗതികേട് വന്നിട്ടുണ്ട്. ഞങ്ങളുടെ വണ്ടിയിലുണ്ടായ അവസ്ഥയാണ്. അപ്പൊ അത്രയും ഗുരുതരമായ അവസ്ഥ നടന്ന സമയത്ത് നിങ്ങൾ ചില്ല് AC-ൽ ഇരുന്ന് പോകുമ്പോൾ നിങ്ങൾ ആലോചിക്കുക. സാധാരണ ജനങ്ങൾ എത്ര ഒരു കൊച്ചിനെ കൊണ്ടൊരു ചേച്ചിമാരെ മോൻ നടന്നു വരുമ്പോഴുള്ള ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് വിഷമമുണ്ട്. പക്ഷെ ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങൾക്ക് അരി മേടിക്കാൻ, ഞങ്ങൾക്ക് ജീവിക്കണ്ടേ? കാലടി പാലത്തിലെ കുരുക്കിന് കാരണക്കാർ സ്വകാര്യ ബസ്സുകൾ മാത്രമല്ല. മഴക്കാലത്ത് കുഴികൾ ഉണ്ടാകുമെന്നറിഞ്ഞിട്ടും അത് ഗൗനിക്കാതെയിരുന്ന പൊതുമരാമത്തും ഈ നാട്ടിലെ ജനപ്രതിനിധികളും തന്നെയാണ് ഇതിനുത്തരവാദികൾ. യഥാർത്ഥ കാലവർഷം തുടങ്ങാനിരിക്കുന്നതേയുള്ളൂ. ഇപ്പോൾ നടക്കുന്നത് വെറും സാമ്പിൾ വെടിക്കെട്ട് മാത്രം. 2018 ആവർത്തിച്ചാൽ ഇപ്പോൾ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ആഘോഷിക്കാൻ പോയിരിക്കുന്ന നേതാക്കൾ തിരികെ എത്തുമ്പോൾ സ്വന്തം നാട്ടിൽ നിലം തൊടാൻ കഴിയാത്ത അവസ്ഥയുണ്ടാകും. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. മെട്രോ വെഡിംഗ് പ്ലാസ, അങ്കമാലി. ഇതെവിടുന്നാ? നമ്മുടെ MV ചാക്കോ ജ്വല്ലറിന്ന് 70 വർഷത്തെ പാരമ്പര്യല്ലേ? MV ചാക്കോ ജുവലേഴ്സ്, അങ്കമാലി. ഇനി കണ്ണു തുറക്കാം കാഴ്ചയുടെ പുതിയ ലോകത്തേക്ക്. ഇടിമണ്ണിക്കൽ എഡ്ജ് ഓപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ, അങ്കമാലി.